നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇന്നൊരു ശസ്ത്രക്രിയ. പ്രോസ്റ്റേറ്റ് നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയയ്ക്ക് അദ്ദേഹം ഇന്ന് വിധേയനാകും. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യം വ്യക്തമാക്കുകയുണ്ടായി. മൂത്രനാളിയിലെ അണുബാധ സ്ഥിരീകരിച്ചു. ഇതിന് പിന്നാലെയാണ് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുന്നത്. ബുധനാഴ്ച ഹഡാസ് ആശുപത്രിയിൽ അദ്ദേഹം പരിശോധനയ്ക്ക് വിധേയനായിരുന്നു. മാർച്ചിൽ നെതന്യാഹു ഹെർണിയ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഡോക്ടർമാർ നെതന്യാഹുവിന്റെ ശരീരത്തിൽ പേസ് മേക്കർ ഘടിപ്പിച്ചിരുന്നു. എന്തായാലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇന്ന് നിർണായകമായ ദിനമാണ്. അതേസമയം മറ്റു വാർത്തകൾ കൂടി നമുക്ക് നോക്കാം. ഗാസയിൽ പ്രവർത്തനക്ഷമമായിരുന്ന അവസാനത്തെ ആശുപത്രികളിൽ ഒന്നായ കമാൽ അദ്വാനിൽ ഇസ്രായേൽ സൈന്യം വസ്ത്രങ്ങൾ അഴിപ്പിച്ച് 12 മണിക്കൂറിലധികം തന്നെ തണുപ്പത്ത് നിർത്തിയെന്ന ഒരു ആരോപണവുമായി ഇസ്രായേൽ നേഴ്സ് രംഗത്ത് വന്നിരിക്കുകയാണ്. നേഴ്സ് ഇസ്മായിൽ അൽ ഗൗലത്താണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. പരിശോധനയ്ക്കായി ശിരോവസ്ത്രം അഴിക്കാത്ത സ്ത്രീകളുടെ മുഖത്ത് അടിച്ചു, ശുചിമുറിയിൽ പോലും പോകാൻ അനുവദിച്ചില്ല, തങ്ങൾ അപമാനിക്കപ്പെട്ടു എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് ഇസ്മായിൽ ഉന്നയിച്ചിരിക്കുന്നത്. മുറിവേറ്റ രോഗികളെ സൈന്യം മർദ്ദിച്ചു, സർജറി വിഭാഗത്തിന് തീയിട്ടു, ആശുപത്രിയിൽ നിന്ന് നിർബന്ധിപ്പിച്ച് ഒഴിപ്പിച്ചു. അതിനുശേഷം എല്ലാവരെയും അൽ ഫരീഖ് സ്ക്വയറിലേക്ക് കൊണ്ടുപോയി. ഈ കൂട്ടത്തിൽ ആശുപത്രി ഡയറക്ടർ ഡോക്ടർ ഹുസാം അബു സാഫിയും ഉണ്ടായിരുന്നു. കൊടും തണുപ്പിലൂടെ 2 മണിക്കൂറോളം നടത്തിയാണ് രോഗികളടക്കമുള്ളവരെ അൽ ഫരീഖ് സ്ക്വയറിൽ എത്തിച്ചതെന്നും അദ്ദേഹം. മാത്രമല്ല, ചിലരുടെ മുഖത്ത് ഇസ്രായേൽ സൈന്യം തുപ്പി കണ്ണു മൂടി കെട്ടി എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട്. നെഞ്ചിലും പിന്നിലും നമ്പർ രേഖപ്പെടുത്തിയ ശേഷമാണ് തടവിലാക്കിയവരെ സൈന്യം വിട്ടയച്ചത്. ഇവരുടെ അവസ്ഥ വളരെ ദയനീയമാണെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം തുറന്നടിച്ചു. അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം. ഹമാസുകാരെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം ശക്തമാക്കി. ഇതോടെ വടക്കൻ ഗാസയിൽ പ്രവർത്തിച്ചിരുന്ന ഏക ആശുപത്രിയായ കമാൽ അദ്വാൻ അടച്ചു. ആശുപത്രിയുടെ ഡയറക്ടർ ഡോക്ടർ ഹുസാം അബു സഫിയയെ ഇസ്രായേൽ സൈന്യം പിടികൂടി. ലോകാരോഗ്യ സംഘടനയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇതേക്കുറിച്ച് ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചിട്ടില്ല. ഗാസയിലെ സിവിൽ ഡിഫൻസ് ഏജൻസിയുടെ മേധാവി അഹമ്മദ് ഹസൻ അൽ കഗ്ലൂദിനെയും സൈന്യം തടവിലാക്കിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. കമാൽ അദ്വാന്റെ ശസ്ത്രക്രിയ, ലാബ്, മെയിന്റനൻസ്, അത്യാഹിതം എന്നീ വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങൾക്ക് ഇസ്രായേൽ സൈന്യം തീയിട്ടു. ആശുപത്രിയിലും പരിസരങ്ങളിലും നടത്തിയ ആക്രമണങ്ങളിൽ 5 ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ 50-ലേറെ പേർ കൊല്ലപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.